ഹായ് ഗായ്സ് ഇന്നത്തെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസത്തെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ് കുറേ നേരം ആയിട്ടോ. അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴത്തേക്കും അമ്മു പോയി കഴിഞ്ഞു, പപ്പയും പോയി. ഇപ്പം ഞാനും അമ്മയും അനിക്കുട്ടിയും മാത്രമേ ഉള്ളൂ. ഇന്നെന്താണ് പ്രത്യേകത? പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. എന്നാല് അംഗനവാടിയിൽ പോകണം. പിന്നെ അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് പ്രോഗ്രാമാണ്, അവരുടെ കലോത്സവമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് അനിക്കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഡേറ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ചെറിയ ചെറിയ നമ്മളുടെ ഇന്നത്തെ ദിവസ പരിപാടികൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ വീട് വൃത്തിയാക്കിക്കൊണ്ടാണ് കേട്ടോ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ വലിച്ചു വാരി കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ വീടൊക്കെ അടിച്ചു വാരി തൂക്കി വൃത്തിയാക്കി ഡൈനിങ് ടേബിളെല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അനുക്കുട്ടി എണീറ്റ് അനുക്കുട്ടിയെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം പാട്ട് കേൾക്കുന്ന പരിപാടിയുണ്ട് രാവിലെ എണീറ്റിട്ട്. അതുകൊണ്ട് അനുക്കുട്ടിക്ക് TV ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവിനുള്ള സവാളയൊക്കെയാണ് ഞാൻ അരിയുന്നത്. കുറച്ച് ഉപ്പുമാവേ ഉണ്ടാക്കുന്നുള്ളൂ, തോനെ വെച്ചിരുന്ന് കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ചോറ് റെഡിയാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പുമാവിനുള്ള പരിപാടി തുടങ്ങി. അതുപോലെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന എല്ലാ ദിവസവും ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയ ദിവസം ഞാൻ ആലോചിക്കും കേട്ടോ. അന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയില്ലാത്ത സമയത്തായിരുന്നു കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ വലിയ കോൺഫിഡൻസ് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ റവ അങ്ങ് എടുത്തിട്ട് പായസമായിപ്പോയി പായസം. പിന്നെ എനിക്ക് ഭയങ്കര ഒട്ടലും ഒക്കെ ആയിരുന്നു. അത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്നാലും എൻ്റെ പാവം പപ്പ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ദിവസം എപ്പോഴും ഓർമ്മ വരും. പക്ഷേ ഇപ്പം ഞാൻ എക്സ്പേർട്ടാണ്. ഉപ്പുമാവായാലും ഏത് ഫുഡ് വയ്ക്കാനായാലും വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഉണ്ടാക്കും. അപ്പം ഞാൻ അനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്തു. പിന്നെ ആളെ കുളിപ്പിക്കാനും പല്ല് തേപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ആയി. അപ്പോൾ എണ്ണയൊക്കെ എടുത്ത് അനുക്കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഉപ്പുമാവ് എടുത്തുകൊണ്ട് അനുക്കുട്ടിക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. അംഗനവാടി പോകണ്ടേ, അംഗനവാടി പോകുന്നതിന് മുന്നേ ഇതൊക്കെ കൊടുത്തിട്ട് വേണ്ടേ കൊണ്ടുപോകാൻ. അപ്പോൾ അനുക്കുട്ടിയുടെ ബാഗ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഡോറിമോനാണ് കേട്ടോ. അപ്പം കുപ്പിയും പാത്രവും ഉണ്ട്. കുപ്പിയിൽ വെള്ളമുണ്ട്, പാത്രത്തിൽ ഒന്നുമില്ല. വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്നതാണ്. അപ്പം നമ്മൾ ആ പാത്രം കൂടി കൊണ്ടുപോയിട്ട് അംഗനവാടിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് കലോത്സവമാണ്. അപ്പം ചെറിയ തോതിൽ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ സ്റ്റേജിലേക്കുള്ള നമ്മളാണ് പഠിപ്പിച്ച് വിടുന്നത്. അപ്പം പലരും ഒരാൾ കളിക്കുമ്പോൾ ഒരാൾ കളിക്കത്തില്ല, ഒരാൾ വേറൊരു സ്റ്റെപ്പ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം അതിനുശേഷം അംഗനവാടിയിൽ നിന്ന് ഞങ്ങൾ അനുക്കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം ആക്കുന്ന വാക്സിൻ എടുക്കേണ്ട ഡേറ്റാണ്. അപ്പം ഞങ്ങളിവിടെ വായനശാലയിലാണ് വന്നത്. നീ അങ്ങോട്ട് ചെല്ലി, നീ അവിടെ ഇരുന്ന് വിളിക്കുന്നോണ്ടല്ലേ നീ ചെന്നിഞ്ഞെടുത്തോണ്ട് ഒന്നുകൂടായിരുന്നു എനിക്ക്. അപ്പോൾ വാക്സിൻ എടുക്കാൻ വന്നൊരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു രോദനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു ബലൂൺ കടയിൽ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ട് അത് വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കുകയാണ് കേട്ടോ ആൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ സംസാരം കേൾക്കാൻ. അപ്പോൾ അനുക്കുട്ടി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീണ്ടും അംഗനവാടി തന്നെ പോയി കേട്ടോ. അപ്പം ഉച്ച സമയമായല്ലോ, ഫുഡ് കൊടുക്കാൻ ടൈം ആയപ്പോൾ പരിപ്പ് കറിയും ബീറ്റ്റൂട്ട് തോരനുമായിരുന്നു. അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നു കേട്ടോ. ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വൈകിട്ട് വേദന ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞു. കൈക്കാണ് എടുത്തത്. അപ്പോൾ കൈക്ക് വേദന ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് ആളെ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ പനിയും വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞങ്ങൾ ആ സമയത്താണ് അറിയുന്നത് അമ്പലത്തിൽ അന്നദാനമുണ്ടെന്ന്. അങ്ങനെ ഞാനും അമ്മയും അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. അമ്പലം വന്നിട്ട് ഇതാണ് കേട്ടോ, മണ്ണാണിക്കുളം ദേവീക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ദേവിയുടെ നാളിൻ്റെ അന്ന് എല്ലാ മാസവും അന്നദാനം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴൊന്നും വരത്തില്ല, അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങ് വരും. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് വന്നിട്ട് അച്ചാറുണ്ടായിരുന്നു, മാങ്ങാച്ചാർ, പായസം, അവിയൽ, തോരൻ, സാമ്പാറും കൂട്ടി അടിപൊളി ഒരു അന്നദാനം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായി. അപ്പം നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കുമില്ലായിരുന്നു. അതുകൊണ്ട് ഫുഡും കഴിച്ച് നേരത്തെ നമ്മൾ ഇറങ്ങുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അനുക്കുട്ടിക്ക് കരച്ചിലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ കുത്തിയതിൻ്റെ വേദന കൊച്ചിന് വരാനായിട്ട് തുടങ്ങി. അപ്പം നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് അങ്ങ് വിട്ടു. നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ പിന്നെ അമ്മൂനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടായിരുന്നു. കുഞ്ഞേ മോളും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവളെ വിളിച്ച് കാണിച്ചത്. പക്ഷേ അതൊരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു. എന്നാലും ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു പാവം. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നല്ലോ ഈ കരച്ചിലും കാണുമെന്ന് വെച്ചിട്ട് ഒരു മിഠായി വാങ്ങിച്ചിട്ടുണ്ടെന്ന്. മിഠായി അനുക്കുട്ടി കൊടുത്ത് ബാലൻസ് ഞാനും കഴിച്ചു. നല്ല മിഠായി ആയിരുന്നു കേട്ടോ.
ടാബ്ലറ്റ് കഴിച്ചതിന് പിന്നെ ചെറിയ പനിയുള്ളതുകൊണ്ട് അനുക്കുട്ടി നേരത്തെ കയറി കിടന്നങ്ങ് ഉറങ്ങി. ആ സമയത്ത് പിന്നെ ഞാൻ വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ച് തൂപ്പും പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ അനുക്കുട്ടിക്ക് കുറച്ച് കുറുക്ക് കാച്ചി, അമൃതം പൊടി ഉണ്ടായിരുന്നു, അത് കുറച്ച് കാച്ചിട്ടുണ്ടായിരുന്നു. അത് കാച്ചിക്കൊണ്ട് നിന്നപ്പോഴാണ് അതാ വരുന്നു നമ്മുടെ അമ്മുക്കുട്ടി. അവൾ രാവിലെ പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അറിയത്തില്ലായിരുന്നല്ലോ. അപ്പം ഇയാളുടെ ഫേസ് കാണിക്കാതിന് വേണ്ടി തിരിഞ്ഞ് കളിച്ച് വരുമായിരുന്നു കേട്ടോ. പിന്നെ അനുക്കുട്ടീനെ കണ്ട് കൊഞ്ചിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇല്ല കുറുക്കുണ്ടാക്കുന്ന പരിപാടി ഞാൻ അമ്മൂനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേറെ ജോലിയൊക്കെ ആയിട്ട് പോയി. എനിക്ക് അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാൻ ചിലപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എനിക്കെന്തോ ഒരു സുഖമില്ല. അതെല്ലാ സിസ്റ്റർമാർ അങ്ങനെയാണോ ആയിരിക്കാം, ആവാതിരിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അമ്മ വന്ന് വരുന്നതിന് മുന്നേ ജോലി തീർത്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ അവളും കൂടി ജോലി ചെയ്യണം, വെറുതെ നോക്കിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ അത് തുണിയെല്ലാം പറക്കി തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന് വയലിലോട്ടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ അമ്മയുടെ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഇപ്പോൾ ഒരു ചെറിയ കണ്ടം കൂടിയൊക്കെ കൊയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നേരത്തെ അങ്ങ് ചെയ്ത് അമ്മ ഉച്ചയ്ക്ക് വന്നിട്ട് നേരെ ഇങ്ങോട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അമ്മ ഇവിടെ ഇത് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഒന്ന് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എങ്കിലും ഞാൻ പറഞ്ഞു അമ്മ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെയ്തു നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ കണ്ടവും കൂടി ഉണ്ടായിരുന്നു കൊയ്യാനും. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ഇത് മെഷീൻ വന്ന സമയത്ത് ഈ ഒരു കണ്ടം പച്ചപ്പായിരുന്നു. അപ്പോൾ പച്ചപ്പുള്ള ഒരു സമയത്ത് ആ മെഷീൻ ഉപയോഗിച്ച് അവർ കൊയ്യില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതങ്ങനെ കിടന്നു പോയത്. അപ്പോൾ ഞാനും ഒന്ന് ചെയ്ത് നോക്കി. സംഭവം കൊയ്യാനൊക്കെ കൊണ്ടെടുത്തപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ കുറേ നേരം ഒന്ന് കുനിഞ്ഞ് നിൽക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഞാനും കൂടി ചേർന്ന് ഇതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. ഈ ഞാറ് നടുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി ഷോർട്ട് വീഡിയോസ് കാണുക. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്, കാണാത്തവരെല്ലാവരും കാണുക. അപ്പോൾ ഇത് കൊല്ലത്തെ ഉമേന്തല്ലൂർ പാടശേഖരമാണ് കേട്ടോ. വലിയൊരു കണ്ടെത്താ ദൂരത്തോളം കിടക്കുന്ന ഒരു പാടശേഖരമാണ്. അപ്പോൾ ഇവിടെ എല്ലാം കൃഷി ഉണ്ടായിരുന്നു, എല്ലാം കൊയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളും ഇതും കൂടി ഉള്ളൂ ഇനി കൊയ്ത് മാറ്റാൻ. ഇത് കൊയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ വന്നത്. നമ്മൾ കൊയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കുറേ ചാക്ക് കെട്ടി കണക്കിന് നെല്ലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ നെല്ലിൽ കുറേ പതിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ചാക്കിൽ കെട്ടി വെച്ചിട്ട് ഇത് കൊടുക്കാൻ. അതിനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അമ്മ അതോ ചൂല് ഉപയോഗിച്ച് അത് വൃത്തിയാക്കുന്നുണ്ട്. ചൂല് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് നീങ്ങത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു അമ്മ ചൂല് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൂല് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചാക്കിലും നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം അത് കെട്ടി സൂക്ഷിക്കാനായിട്ട്. എന്നിട്ട് വേണം ഇത് സപ്ലൈക്കോയ്ക്കാണ് നമ്മൾ ഈ നെല്ലൊക്കെ കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ വയലിൻ്റെ സൈഡിലുള്ള ഒരു വീടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇപ്രാവശ്യം എല്ലാം ചാക്കിലാക്കി കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പം ഓരോ ചാക്ക് കെട്ടും പൊട്ടിച്ചിട്ട് അമ്മ ഇതുപോലെ വൃത്തിയാക്കി ഓരോന്ന് ചാക്കിലേക്ക് നിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയോളം ചാക്കുകൾ ഇനി ഉണ്ട്, അതെല്ലാം വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് ഇങ്ങോട്ട് എന്തൊക്കെയാലും വന്നത്തേ വരണം. അപ്പം അമ്മ നെൽച്ചാക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ഞാനിവിടെ വെറുതെ നോക്കി നിൽക്കുകയല്ല. ഞാനും ഈ വീട്ടിൽ കുറച്ച് ഒതുക്കലും പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ ഇപ്പോൾ ആൾതാമസമൊന്നും ഇല്ലാത്തത് കാരണം ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് തൂക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലീനിങ് പരിപാടിക്കൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടികളിലെല്ലാം ഏർപ്പെട്ടു. ആ സമയം കൊണ്ട് അമ്മ ഒരുപാട് ചാക്കുകളിലൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ചാക്കുകൾ ഓരോന്നും നമ്മൾ കുത്തിക്കെട്ടുന്ന പരിപാടിയാണ്. കണ്ടോ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചാക്കുകളും കുത്തി കെട്ടി വെക്കണം. അത് പുറത്ത് പോകാത്ത രീതിയിൽ വേണം ചാക്കുകളിൽ കെട്ടി വെക്കാൻ. അപ്പം അമ്മയാണ് അതും നല്ലപോലെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അനുക്കുട്ടീനെ അമ്മൂനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അനുക്കുട്ടി അവിടെ കരച്ചിലായെന്നും പറഞ്ഞുകൊണ്ട് അമ്മ കൊടുത്ത് വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തൂത്ത് വൃത്തിയാക്കിയതല്ലാതെ അവിടെ വാരിയിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പം ഈ കുത്തിക്കെട്ട് പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നെൽകൃഷി ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഷോർട്ട് വീഡിയോ ഉണ്ട്, പിന്നെ ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ കാണും കേട്ടോ. ലോങ് വീഡിയോ കൃഷി ചെയ്യുന്നതിൻ്റെ ലോങ് വീഡിയോസൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഈ കൊയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇതെല്ലാം കിട്ടി കൊടുത്തതിന് ശേഷം അതിടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുവിധം എല്ലാ ജോലിയും കുറേയൊക്കെ ഒതുക്കി. ഇനിയിപ്പോൾ നാളെയും കൂടി വന്നാൽ കുറച്ചും കൂടി ചാക്കുകൾ നെല്ല് വൃത്തിയാക്കി കയറ്റാനാണെന്ന് വിചാരിക്കുന്നത്. അമ്മ ഈ കൃഷി പരിപാടി തുടങ്ങിയത് 10-12 വർഷമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മയ്ക്കും ഇൻട്രസ്റ്റായി അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം അമ്മ ഇത് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം മഴയും ഒരു കാരണത്താൽ കുറച്ച് നശിച്ചു പോയിരുന്നു. ഇപ്രാവശ്യം കുഴപ്പമില്ലാത്ത വിളവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ശൈലമ്മയുടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലൊക്കെ വാങ്ങിക്കാൻ നമ്മൾ ശൈലമ്മയുടെ കടയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ശൈലമ്മയുടെ കട വന്നിട്ട് ഇതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ അമ്മു ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് കാമായിട്ടിരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് കുറച്ച് നല്ല പണിയുണ്ടായിരുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ലൈവ് പോകുന്ന സമയമൊക്കെ അറിയാമല്ലോ, 9 മണിയൊക്കെ ആകും. പിന്നെ 1 മണിക്കൂറാണ് എൻ്റെ ലൈവ് എന്ന് പറയുന്നത്. അപ്പം ആ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനുക്കുട്ടിക്കും ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി എന്താ പോയി കിടന്നിറങ്ങുന്ന പരിപാടിയാണ്. അപ്പം ഇന്ന് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വലിയൊരു ഡേ ഇൻ മൈ ലൈഫൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഇതായിരിക്കും നമ്മുടെ സ്ഥിരമുള്ള പരിപാടികൾ. അപ്പോൾ ഇന്ന് സ്ഥിരം എന്ന് പറയാൻ നെല്ലിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ അങ്ങനെ ഇല്ലാത്തത്. ബാക്കിയെല്ലാം എന്നും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.